ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നീക്കും ഗമനി നിഗമം മകളി സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടനൊരു ഫോൺ വന്നു. ഗൾഫിൽ നിന്നാ. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. എന്താ എന്താ പറ്റിയത്? ഓ ഒന്നുമില്ലമ്മേ, ഗൾഫിൽ നിന്ന് ഫ്രണ്ട്സ് ആരുവാ അത്യാവശ്യത്തിന് വിളിക്കാൻ അപ്പുറത്ത് ചന്ദ്രോത്ത് വീട്ടിലെ നമ്പർ കൊടുത്തിരുന്നു. എന്നാ നീ പോയി നോക്ക്, എന്തെങ്കിലും അത്യാവശ്യം കാണും. കുഴപ്പമൊന്നും ഉണ്ടാവരുത് എന്റെ ഭഗവതി. ഹലോ ഹലോ ഉണ്ണി, ഇത് ഞാനാ ജമാൽ. ജമാൽ, ഇതിപ്പോ എന്താ ഇത്ര അത്യാവശ്യമായിട്ട്? ഒരു അത്യാവശ്യം വന്നു. നീ വിഷമിക്കരുത്, പതറുകയും അരുത്. എന്താന്ന് വെച്ചത് തെളിച്ചു പറ. നമ്മുടെ ഗംഗൻ ചെറിയൊരു ആക്സിഡന്റിൽ പെട്ടു. മഫ്രൂഖ് ഹോസ്പിറ്റലായിരുന്നു 2 ദിവസം. ഇന്നലെ രാത്രിയില്. ജമാൽ, നീ വെറുതെ എക്സൈറ്റഡ് ആവരുത്. നാട്ടിലിപ്പോ നീയേ ഉള്ളൂ. ഒന്ന് ഗംഗന്റെ വീട് വരെ പോണം. ബോഡി ഇന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിന് അവിടെ എത്തുന്നുണ്ട്. നീ ഉണ്ടാവണം എല്ലാ കാര്യത്തിനും. ഉണ്ണി, ആർ യു ഹിയറിംഗ് മീ? പറയൂ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഗംഗ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി മരിച്ചാല് ബോഡി പുതിയ വീട്ടിൽ തന്നെ കർമ്മങ്ങൾക്കായി കിടത്തണമെന്ന്. ഹൗസ് വാമിങ്ങിനായി അടുത്ത ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. എന്തിനാ ജമാൽ ഈ ഒരു നിയോഗം കൂടി ഗംഗൻ എനിക്ക് തന്നത്? എനിക്ക് വയ്യ. 2 ദിവസം മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയതേ ഉള്ളൂ. ഗംഗന്റെ കുഞ്ഞുമോളുടെ കിളിക്കൊഞ്ചൽ കേട്ടതേ ഉള്ളൂ. എനിക്ക് വയ്യ ജമാൽ. നീ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. ശരി, ഞാൻ പോകാം. പക്ഷെ ഞാനും ഗംഗനെ പോലെ ജീവനോടെ ആയിരിക്കില്ല അവിടെ നിൽക്കുന്നത്. ഞാൻ പിന്നെ വിളിച്ചോളാം. അവിടെ പോയിട്ട് എല്ലാം കഴിഞ്ഞ്. ശരി. ജലജയും കുഞ്ഞുമോളെയും കാണാൻ ഇനിയും കാത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ. മോൾക്ക് വല്ലതും തന്നയച്ച ഞാൻ കൊണ്ടു കൊടുക്കാം. നാളെ മോൾക്ക് 4-5 ഉടുപ്പ് വാങ്ങണം. ഇത്തിരി വീട്ടു സാമഗ്രികളും. നിനക്ക് വിഷമാവൂ എന്റെ വീട് വരെ പോകാൻ? എന്താ ഗംഗ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പോയി പറയാം നിന്റെ മോളോട്. മോൾ ഇന്നേ വരെ കാണാത്തൊരാള് അച്ഛനെന്നും പറഞ്ഞ് അടുത്ത മാസം വരുന്നുണ്ടെന്ന്. പോരെ? ശരിയാ നീ പറഞ്ഞത്. അവൾ എന്നെ കണ്ടാ പേടിച്ച് കരയുമായിരിക്കും. ആദ്യമായിട്ട് കാണുകയല്ലേ ഇങ്ങനെ ഒരാളെ. മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 1.5 വയസ്സ് കഴിഞ്ഞു. എങ്ങനെ എപ്പോഴും പറയും ഇവളെ നേരിട്ട് കാണാത്തിന്റെ ദുഃഖത്തിലാ മൂപ്പരിപ്പോഴും. മോളെ, നിന്റെ അച്ഛന്റെ അടുത്തുനിന്നാ ഞാനിപ്പോ വരുന്നേ. വീടിന്റെ പാലുകാച്ചി അടുത്ത മാസം നടത്തണമെന്നാ നിശ്ചയിച്ചിരിക്കണേ. ഗംഗേട്ടൻ അപ്പോഴേക്കും വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. മോളുടെ അച്ഛൻ ദേ ഇങ്ങനെയാണ് വിമാനത്തിൽ വരുന്നത്.
മോൾക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നറിയോ? കുടുകുടു വണ്ടി, ചാടുന്ന കുതിര, ചിരിക്കുന്ന ജോക്കർ. ഒരു ഉമ്മ തന്നേ. ഉണ്ണി ഉണ്ണി എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. നേരെ ഒരുപാടായി. ഇന്നലെ രാത്രി മരണ വീട്ടിൽ നിന്ന് വന്ന് കിടന്നതല്ലേ, ഒന്നും കഴിച്ചില്ലല്ലോ നീയെ. പോയവര് പോയി. നീ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വാ, മനസ്സൊന്ന് ശരിയാവട്ടെ. ഞാൻ കുറച്ചേരം ഇങ്ങനെ ഒന്ന് കിടന്നോട്ടമ്മേ, വല്ലാത്ത ക്ഷീണം. വല്ലതോർത്ത് എൻ്റെ അമ്മ വിഷമിക്കരുത്. മനുഷ്യരുടെ എല്ലാ കാര്യവും ഇത്രയേ ഉള്ളൂ. വയ്യ, മനസ്സ് നിറയെ ചെകുത്താന്മാരാ. എനിക്കൊന്നിനും വയ്യ. നമ്മളൊക്കെ മോഹിക്കുന്നതിന് എന്ത് ഫലമാ? ഗംഗന്റെ വലിയൊരു മോഹമായിരുന്നു ആ വീട്. പിന്നെ അവൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അവന്റെ കുഞ്ഞ് ഒടുവിൽ അവിടെ എത്തിയതോ. എന്റെ മോൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഉറങ്ങിക്കോളൂ. കുറെ കഴിഞ്ഞ് അമ്മ വിളിക്കാം. കണ്ണടച്ച് കിടന്നോളൂ. May I help you, sir? ഞാൻ സലാവുദ്ദീൻ സാഹിബിനെ ഒന്ന് കാണാമെന്നതാ. Your good name, please? ഞാൻ ഉണ്ണികൃഷ്ണൻ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. Okay, sir. One Mr. Unnikrishnan. Yes, sir. Okay. ഒരല്പം വെയിറ്റ് ചെയ്യൂ. അവിടെ ഇരിക്കൂ. Hello? Yes? Please hold on. ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാർ, അത് 1-2 ദിവസമായി ഞാൻ സാറിനെ ഫോണിൽ ട്രൈ ചെയ്യുന്നു. റിയലി? ഓ, ഞാനൊരു യാത്രയിലായിരുന്നു. ഒരുപാട് വർക്ക് സൈറ്റ് വിസിറ്റ് പെൻഡിങ്ങിലായിരുന്നു. ആ പ്ലാൻ ഒന്ന് ശരിയാക്കിയ ഉടൻ പണി തുടങ്ങുന്ന കാര്യം. അയ്യോ, അതെന്നേ റെഡി. അതെല്ലാം അതിൻ്റെതായ സമയത്ത് ചെയ്തു കഴിഞ്ഞു. ഉണ്ണി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മാത്രവുമല്ല, രാജസ്ഥാനിൽ നിന്ന് മാർബിൾ, ഭുവനേശ്വറിൽ നിന്ന് ഗ്രാനൈറ്റ്, ഡൽഹിയിൽ നിന്ന് ഫിറ്റിംഗ്സ്, എല്ലാ ഓർഡറുകളും ഈ ആഴ്ച ഇവിടെ എത്തും. എന്റെ ഒരു സ്റ്റൈൽ അതാണ്. ഒറ്റയടിക്ക് സാധനങ്ങൾ എത്തിക്കുക, കെട്ടിപ്പൊക്കുക. ഒരിക്കലും എന്റെ പക്ഷത്തു നിന്ന് ഡിലേ വരില്ല. തുടങ്ങിക്കഴിഞ്ഞ കാശിന്റെ ഡിലേ വരാൻ നോക്കിയാ മതി. അത് മതി. ബാലൻസ് കാശ് പണി തുടങ്ങുമ്പോഴേക്കും അറേഞ്ച് ചെയ്യാൻ പറ്റും. 1-2 FD പ്രിമോച്ചറായിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. പിന്നെ വിൻസെന്റ് സാറ് ഇന്ന് ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഒരു NRI ഹൗസിംഗ് ലോണും ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. That's good. അപ്പോ then okay, Mr. ഉണ്ണികൃഷ്ണൻ. ഓക്കെ. ഹലോ. ആ ഉണ്ണികൃഷ്ണൻ കുറച്ചു മുമ്പ് ഇവിടെ തേടി പിടിച്ചു വന്നിരുന്നു. എന്നിട്ട് അയാൾക്ക് വല്ല ഫൗൾ സ്മെല്ലും കിട്ടിയിട്ടുണ്ടോന്നാ എനിക്ക് സംശയം. രൂപ 1,00,000 വാങ്ങി പോക്കറ്റിൽ ഇട്ടിരിക്കുകയല്ലേ താൻ. ഒരു ലോഡ് കല്ലോ കമ്പിയോ സൈറ്റിൽ ഇറക്കിയിട്. അത് കണ്ടവൻ സമാധാനിച്ചോളും. ഞാൻ അങ്ങനെയാ പറഞ്ഞു വിട്ടിരിക്കുന്നേ. മെറ്റീരിയൽസ് എല്ലാം ഒരുമിച്ച് വന്നിറങ്ങും, ഉടനെ പണി തുടങ്ങും. എന്നാലും ഒരെന്നാലും ഇല്ലടോ, താൻ അടങ്ങിയിരിക്കേ.
വൈകിട്ട് ക്ലബ്ബിൽ വാ. 2 എണ്ണം വീശാത്തതിന്റെ കുഴപ്പമാണ് എനിക്ക്. സാർ ആ ഉണ്ണികൃഷ്ണന്റെ പവർ ഓഫ് അറ്റോർണി ആയത്. അവനറിയാതെ ഞാൻ സൈൻ ചെയ്യിച്ചോളാം. തന്റെ പേരില്ല വിഡ്രോവൽ. കൗണ്ടറിലുള്ള ഒരു നായിന്റെ മോനും സംശയത്തിനിട വരാതെ കൈകാര്യം ചെയ്തോണം. അത് പിന്നെ എന്നെ പ്രത്യേകം പഠിപ്പിക്കണോ സാർ? എല്ലാം ക്ലീൻ. $3 ലക്ഷത്തിന്റെ ഹൗസിംഗ് ലോണിന് അവന്റെ റിക്വസ്റ്റ്. ലോണിന്റെ ആവശ്യമെന്നും പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ച പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് ഈ ഇരിക്കുന്ന കുട്ടപ്പായി അവന്റെ NRI അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തത് 4 ലക്ഷം. 4 lakhs. പോടൂ. തന്നെ ഇങ്ങനെ കൂടെ കൂടെ കമ്മീഷൻ തന്ന് പരിശീലിപ്പിച്ചാൽ താനൊരു മടിയനായി പോവും. ഒരു കുഴിമടിയൻ. ഒന്നിലും അധികം വെള്ളം ചേർക്കരുത് കുട്ടപ്പായി. ഡ്രൈ ആയിട്ട് ആഘോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന് എനിക്ക്. ഇതിനു മുമ്പുള്ള കളികളിലൊന്നും ഇത്രയും ഒറ്റയടിക്ക് പോന്നിട്ടില്ല. ആ ഉണ്ണികൃഷ്ണൻ ഒരു പാവത്താനായതുകൊണ്ട് കൊള്ളാം. പാവത്താനോ? ആര്? ഉണ്ണികൃഷ്ണനോ? ഈസ് എ ബ്രേവ് യങ് മാൻ. ഇതേ ഞാൻ സമർത്ഥമായി വിരിച്ച വലയാന്ന് വെച്ച് താനഹങ്കരിക്കണ്ട. ഈ വലയിൽ ഉണ്ണി കുടുങ്ങാൻ ഞാൻ എറിഞ്ഞ ഒരു ഇരയാതാൻ. സ്മോൾ പ്രേ. അവൻ തന്നെ വന്ന് വിഴുങ്ങും. ജീവനോടെ കറുമുറ കടിച്ചു പറിക്കും. ഇയാൾക്ക് കള്ള് പേടിക്കാതോ. കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണമെന്നാ ചൊല്ലേ പഴമക്കാര് പറയണത്. താൻ നിക്കന്റെ കൂടെ. തന്നെ ഞാൻ ഒളിപ്പിച്ചോളാം. ഏത് പാതാളത്തിൽ വേണമെങ്കിലും. നീ എന്ത് ആനക്കാര്യം വേണേലും പറ, അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ. എവിടെ തുടങ്ങണം, എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ പറയുന്നതല്ല വിവേകമായിരിക്കാം. എന്നാലും നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നോട് പിണങ്ങരുത്. എന്ത് പറ്റി കൃഷ്ണൻകുട്ടി നിനക്ക്? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്യോന്യം തെറ്റും മാപ്പും ഒക്കെ ചോദിക്കാവുന്നൊരു ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത്? അത് തന്നെ എൻ്റെ പ്രശ്നം. ഞാനൊരിക്കലും തെറ്റാണെന്ന് അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല. ഞാനെന്ത് കാര്യം ചെയ്താലും അതിലെല്ലാം നിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നേ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഇതിപ്പം സംഭവങ്ങളാകെ മാറി വന്ന അവസ്ഥയിൽ നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടുപോയി. വിവാഹം കഴിക്കാമെന്ന് അവൾക്ക് വാക്കും കൊടുത്തുപോയി. ഇതാണോ നീ പറയാൻ വന്ന മഹാസംഭവം? ഇക്കാലത്ത് ഏതൊരു ചെറുപ്പക്കാരനും ന്യായമായി ചെയ്തിരിക്കാവുന്ന നിസ്സാര കാര്യമല്ലേ? ശ്രീദേവിയാണ് ആ പെൺകുട്ടി. എനിക്കറിയാം നിന്റെ സ്വപ്നങ്ങളാണ് ഞാൻ തകർക്കുന്നതെന്ന്. ഒരിക്കലും ഞാനത് കരുതിയിരുന്നല്ല. ഞങ്ങളുടെ കാര്യത്തില് ഒടുവിൽ നീ മാത്രമേ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എന്നുവരെ ഞാൻ വിശ്വസിച്ചിരുന്നു. പൊറുക്കാനാകാത്ത ഒരു തെറ്റാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ വഴിമാറാം. നിന്നെ പോലുള്ളൊരു സുഹൃത്തിന്റെ സ്നേഹം എനിക്ക് നഷ്ടമാകരുത്. നീ എന്തേ പറയുന്നേ? സ്നേഹം എന്നൊക്കെ പറഞ്ഞാ അത് ചുമ്മാ പറിച്ചറിയാൻ പറ്റുന്ന ഒന്നാണോ? ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീദേവിയുമായിട്ട് സ്നേഹത്തിൻ്റെ ഒരു നൂലിഴ പോലും ഞാൻ പാകിയിട്ടില്ല. വെറുതെ ഒരു മോഹം വന്ന് മനസ്സിൽ തൊട്ടിരുന്നു എന്നത് നേരാണ്, അല്ലാതെ വേരോടിയിട്ടൊന്നുമില്ല.
ഇപ്പോഴെങ്കിലും നീ തുറന്നു പറഞ്ഞ നന്നായി. അല്ലെങ്കിൽ എൻ്റെ ഈശ്വര, ഞാൻ ഏതൊക്കെ കാര്യത്തിന് പ്രതിക്കുട്ടി നിൽക്കേണ്ടി വരുമായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഏത് കാര്യത്തിനും ഞാനുണ്ടാവും കൂടെ. പക്ഷേ നിങ്ങളുടെ കാര്യം ഇപ്പോൾ അമ്മാവനും അമ്മാവിയും അറിയണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ ഒഴിഞ്ഞു മാറിയതായി കരുതിക്കൊട്ടവരെ ശ്രീദേവിയോടും പറഞ്ഞേക്ക്. വാടാ.